ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ബേസൽ നസ്രിയ കോമ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂക്ഷ്മദർശിനിയുടെ 11ാം ദിവസമാണ് ഇന്ന് തിയേറ്ററുകളിൽ. സിനിമയുടെ ആദ്യ 10 ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ഒരു വമ്പൻ കളക്ഷൻ വർധന ഇക്കഴിഞ്ഞ സെക്കൻഡ് വീക്കെൻഡിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെ സിനിമ 28 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തതെങ്കിൽ ഇക്കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസങ്ങളിൽ മാത്രം സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 13 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 41 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 10 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വേറെ ലെവൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ വീക്കെൻഡിൽ സിനിമ നേടിയെടുത്തുവെന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 4,75,00,000 പിന്നിട്ടിരിക്കുകയാണ്. ഇനി സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 1,50,00,000 മുകളിലാണെങ്കിൽ ഇന്ന് 37,00,000 മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 19,50,00,000 മുകളിലേക്ക് എത്തുകയാണ്. ഇന്ന് മാത്രം ഏകദേശം 70 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 42 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കളക്ഷൻ കാണുമ്പോൾ 50 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്ന് സംശയിച്ച സിനിമ കൂടിയായിരുന്നു സൂക്ഷ്മദർശിനി. ഇപ്പോഴത്തെ 50 കോടി ഉറപ്പിക്കുന്ന ലെവൽ ബോക്സ് ഓഫീസ് പ്രകടനം സിനിമ കാഴ്ചവെക്കുന്നു. എന്തായാലും പുഷ്പ 2 അഭിപ്രായങ്ങൾ പോലിരിക്കും സിനിമയുടെ 50 കോടിയിലേക്കുള്ള ആ ഒരു എൻട്രി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. ഷാജി കൈലാസിന്റെ മമ്മൂട്ടി നായകനെത്തിയ മാസ് ചിത്രമായിട്ട് 2000-ൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അന്ന് വിജയിച്ച സിനിമയാണല്ലോ വെള്ളിയേട്ടൻ. ഇപ്പോഴത്തെ 24 വർഷങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമയുടെ തിയേറ്ററുകളിലെ 4K റീമാസ്റ്റർ വെർഷന്റെ അവസ്ഥ ഞാനായിട്ട് കൂടുതൽ എടുത്തു പറയേണ്ടതില്ലല്ലോ. വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് വാഷൌട്ടിന്റെ വക്കിലേക്ക് വെള്ളിയേട്ടൻ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ ഇതുവരെ പ്രോപ്പറായിട്ട് കളക്ഷൻ ട്രാക്ക് ചെയ്യാൻ പോലും ട്രാക്കേഴ്സ് മടിക്കുന്ന ബുക്ക് മൈ ഷോയിൽ 24 മണിക്കൂർ കൗണ്ടിൽ പോലും സിനിമയുടെ ടിക്കറ്റ് ട്രാക്കിംഗ് വരാത്ത, അതോടൊപ്പം തന്നെ കേരളത്തിലെ വലിയ തിയേറ്ററായ തൃശ്ശൂരിലെ രാഗം പോലുള്ള തിയേറ്ററിൽ പോലും ആളുകളില്ലാത്ത സിനിമയായിട്ട് വെള്ളിയേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ അവാർഡ് സിനിമയുടെ റീ റിലീസ് മാത്രമല്ല, ഇപ്പോഴത്തെ മാസ് ചിത്രത്തിന്റെ റീ റിലീസ് പതിപ്പും ഒരു വൻ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ കളക്ഷൻ എത്രയാണെന്ന് പോലും നിലവിൽ ലഭ്യമല്ല. കാത്തിരിക്കൂ കൂടുതൽ വെള്ളിയേട്ടൻ വാർത്തകൾക്ക്.